പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത, നാളെയാണ് AIFF അതുപോലെ തന്നെ ISL ക്ലബ്ബുകളുടെ സിഇഒമാരും എല്ലാം ഉൾപ്പെടുന്ന ആ ഒരു മീറ്റിംഗ് നടക്കാനായിട്ട് പോകുന്നത്. AIFFന്റെ പുതിയൊരു പദ്ധതിയിൽ ഗ്രീൻ സിഗ്നൽ ലഭിക്കുമോ എന്നൊക്കെ നാളത്തെ ഒരു മീറ്റിങ്ങോടെ അറിയാൻ സാധിക്കും. നാളെ നടക്കാനായിട്ട് പോകുന്ന ഒരു മീറ്റിംഗ് നിർണായകം തന്നെയായിരിക്കും. എല്ലാ ക്ലബ്ബുകളുടെയും സിഇഒമാരും ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ISL നടക്കുക എന്നുള്ളത് എല്ലാ ക്ലബ്ബുകളെയും സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും നാളത്തെ ഒരു മീറ്റിംഗോടെ ISL ജനുവരിയിൽ നടക്കുമോ ഇല്ല എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, മുൻപ് കൊച്ചി സ്റ്റേഡിയത്തിന്റെ അവസ്ഥ വളരെ മോശം തന്നെയായിരുന്നു. സ്റ്റേഡിയം മികച്ച രീതിയിലാക്കിയെടുക്കാനുള്ള ഒരു പണി ആരംഭിച്ചിട്ട് ഇപ്പോൾ കുറേ നാളായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള കൊച്ചി സ്റ്റേഡിയത്തിന്റെ പിച്ച് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രൗണ്ടിലെ പിച്ചിന്റെ ഫോട്ടോസൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കയ്യടി അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. കാരണം വളരെ മോശം അവസ്ഥയിലായിരുന്ന ഒരു പിച്ചായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റേത്. അത്രയും മോശമായിട്ടുണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഇത്ര മികച്ച രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് സഹായിച്ചിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, സൂപ്പർ ലീഗ് കേരളയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. സൂപ്പർ ലീഗ് കേരളയിലെ അറ്റൻഡൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ വന്നിട്ടുള്ള കണക്കുകൾ പ്രകാരം സൂപ്പർ ലീഗ് കേരള ISLനെ മറികടന്നിട്ടുണ്ട്. നിലവിൽ SLKയിലെ ടോട്ടൽ അറ്റൻഡൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2 ലക്ഷത്തിലധികം അറ്റൻഡൻസ് ഉണ്ട്. ISLന്റെ ആവറേജ് അറ്റൻഡൻസിനെ മറികടക്കാനായിട്ട് സൂപ്പർ ലീഗ് കേരളയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 12,944 സൂപ്പർ ലീഗ് കേരളയിലെ ആവറേജ് അറ്റൻഡൻസ് ആയിട്ട് വരുന്നത്. ഇനി ISLന്റെ ആവറേജ് അറ്റൻഡൻസ് ആയിട്ട് വരുന്നത് 11,870 ആണ്. ISLന്റെ ആ ഒരു ആവറേജ് അറ്റൻഡൻസിനെ മറികടക്കാനായിട്ട് സൂപ്പർ ലീഗ് കേരളയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.